വ്യക്തിപൂജ എന്നിവ എതിർക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് പാടിയ കുഴപ്പമൊന്നുമില്ല. ഒരു മെഗാ തിരുവാതിരയൊക്കെ നടത്തി വലിയതായിട്ട് നമ്മൾ ആസ്വദിച്ചു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ സംഘടന പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് പുതിയൊരു ഗാനം പുറത്തൊക്കെ വരുന്നു. അപ്പോൾ അതിന് പിന്തുണയായിരിക്കുമോ അതോ എതിർപ്പായിരിക്കുമോ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ന്യൂട്രലായിരിക്കും. അത് വേണ്ടെന്നും പറയില്ല, വേണമെന്നും പറയില്ല. ഞാൻ ഇത്രയും കാലത്തെ ജീവിതാനുഭവം വെച്ചിട്ട് പറയുകയാണ്, മുഖസ്തുതി ഇഷ്ടപ്പെടാത്ത ആരെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിമർശനം ഇഷ്ടപ്പെടുന്നവരെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയും എന്നെ വിമർശിച്ചോളൂ, ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിച്ചാൽ വിവരം അറിയാം. പിന്നെ വിവരം അറിയിക്കാൻ പറ്റാത്ത ചിലരാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ വെറുതെ വിടും. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഊതല്ലേ വെറുതെ പൊക്കി പറയല്ലേ മോഹൻദാസ് എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ അവർക്കൊന്ന് സൂഹിക്കും, എൻജോയ് ചെയ്യും. മുഖസ്തുതി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ആരെങ്കിലും പുറത്താക്കുകയോ ആട്ടിയകറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവൻ മുഖസ്തുതിക്കാരനാണ്, ഇവനെ ചെയ്തിട്ടില്ല. അയാൾ ഗാങ്ങിൽ തന്നെ ഉണ്ടാവും. അയാളെപ്പറ്റി വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ചെയ്ത് പാവമാണെന്ന്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മുഖസ്തുതി പറയുന്നവനാണ്. അതുകൊണ്ട് പാവത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി നമ്മളിങ്ങനെ നിർത്തും. ഇത് ലോക സ്വഭാവമാണ്. അത് ആരുടെയും ഇത് സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുകയില്ല. പണ്ട് എം കൃഷ്ണൻ നായർ സാഹിത്യഭാരതത്തിൽ ഒരു സംഭവം എഴുതിയിരുന്നു. നടന്ന സംഭവം. പട്ടംതാണുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പട്ടാഴി സ്കൂളിൻ്റെ വാർഷികാഘോഷമോ അങ്ങനെ എന്തോ ആയിട്ട് ക്ഷണിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പോകാൻ തുടങ്ങി. അപ്പോൾ ഹെഡ് മിസ്ട്രസ് വട്ടം പിടിച്ചു, സാർ പോകരുത്, ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഉണ്ട്, അത് സാറൊന്ന് കണ്ടിട്ട് വേണം പോകാൻ. അപ്പോൾ പട്ടം പറഞ്ഞു, എനിക്ക് പോകാൻ തിരക്കുണ്ട്, നിങ്ങളുടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. അല്ല സാർ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഡാൻസാണ്, സാറിത് കണ്ട് മതിയാകും എന്നൊക്കെ പറഞ്ഞ് വട്ടം പിടിച്ച് അവസാനം മുഖ്യമന്ത്രി സമ്മതിച്ചു. ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും അവിടെ സദസ്സിലിരുന്നു. വേദിയിൽ ഡാൻസിനുള്ള ഒരുക്കമൊക്കെ ഡാൻസ് തുടങ്ങി. ഡാൻസിൽ കേരളത്തിൻ്റെ മാഹാത്മ്യം ഇരിക്കുന്ന ഡാൻസാണ്. കേരളം കേളി കൊട്ടുവരുന്ന കേരളം, കേളി കദംബം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ പട്ടംതാണുള്ള ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഈ ഡാൻസ് ഞാൻ കാണേണ്ട കാര്യം ഇവരെന്ത് പത്മസുബ്രഹ്മണ്യം ഇത് മാത്രമേ അസ്വസ്ഥനൊക്കെ ആയെങ്കിലും ഈ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആണ് പാട്ട് അവസാനിക്കുന്നത്. ഒരു വിരൽ ചൂണ്ടുന്നു പട്ടംതാണ് പിള്ളയ്ക്ക് നേരെ. ഈ വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് പട്ടത്തെ അവിടെ പിടിച്ചിരുത്തിയത്. പട്ടം ക്ഷുഭിതനായി പോകൃതരം കാണിച്ച് എന്നിട്ട് വേണ്ടി കയറിപ്പോയി. ഇപ്പോൾ സമയം പോയി, ഇപ്പോൾ എന്ത് ചെയ്യാൻ? ഇതുപോലെ ഈ വിരൽ ചൂണ്ടി പ്രശംസിക്കുന്ന ഏർപ്പാട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ, മുഖ്യമന്ത്രിമാരെ പണ്ടും ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ് അവരതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം പിണറായി വിജയൻ സാധാരണഗതിയിൽ മുഖസ്തുതി ഈ കാറ്റഗറിയിൽ തന്നെയാണ്. പിണറായി വിജയൻ മുഖസ്തുതി ഇഷ്ടപ്പെടും. പിന്നെ അത് അവസരം നോക്കി അല്ലെങ്കിൽ അങ്ങേർക്ക് പിടിക്കുകയുമില്ല. ഇപ്പോൾ ഒരു പ്രസംഗത്തിൽ ഓർക്കുന്നുണ്ടോ, പിണറായി പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് നന്ദി. അപ്പോൾ പിണറായി തിരിച്ചടിച്ചു, അമ്മാതിരി കമൻ്റൊന്നും വേണ്ട. ഇതെന്താ കുഴപ്പം? കാരണം അല്ല, അതൊരു പുതിയ സ്റ്റൈലാണ്. പിണറായിക്ക് വയസ്സ് 10-78 ഈ ഓരോ പ്രസംഗം കഴിയുമ്പോഴും അത് ഗംഭീരമായി എന്ന് പറയുന്നത് പുതിയ സ്റ്റൈലാണ്. ഇപ്പോൾ ഒരു 10-25 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു സ്റ്റൈലാണത്. കോംപിയറിങ് എന്ന് പറയുന്നത് തന്നെ പണ്ടില്ല, ഇപ്പോൾ തുടങ്ങിയ സംഗതിയാണ്. നേരത്തെയൊക്കെ കോംപിയറിങ് നടത്തുന്ന ഒരു യോഗത്തിൽ അധ്യക്ഷനാണ്. അടുത്തതായി സംസാരിക്കാൻ ഇന്നയാളെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുന്നത് അധ്യക്ഷനാണ്. അധ്യക്ഷൻ്റെ ജോലിയാണത്. അധ്യക്ഷന് 2 പ്രസംഗങ്ങളുമുണ്ട്. ഒന്ന് ഉപക്രമം, ഈ യോഗത്തിൻ്റെ തുടക്കം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊക്കെ വിവരിച്ച് കുറച്ചൊന്ന് സംസാരിക്കും. പിന്നെ ഉപസംഹാരം, ഇതുവരെ സംസാരിച്ച ആൾക്കാരുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കുറച്ചിട്ട് ഉപസംഹാരം. ഇത് രണ്ടും അധ്യക്ഷൻ്റെ തൊഴിലായിരുന്നു. ഇപ്പോൾ അത് കോമ്പിയറിൻ്റെ ജോലിയായിപ്പോയി. അധ്യക്ഷൻ എന്ന് പറഞ്ഞിരുത്തുന്നത് വെറുതെ അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ അധ്യക്ഷൻ്റെ ജോലി. വേറെ ഒന്നും അങ്ങനെ ചെയ്യാനില്ല. മറ്റേത് യോഗം നിയന്ത്രിക്കുന്ന ആളാണ് അധ്യക്ഷൻ, ദ പ്രസിഡൻറ്റ്.
അദ്ദേഹത്തിന് യോഗം ഇടയ്ക്ക് വെച്ച് പിരിച്ചു വിടുകയും ചെയ്യാം. ഇപ്പോഴും ചിലരൊക്കെ അത് ചെയ്യാറുണ്ട്. പഴയ സ്റ്റൈലിൽ യോഗം കഴിയുമ്പോഴുണ്ടല്ലോ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും, ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണ് യോഗം പിരിച്ചുവിടുന്നത്. യോഗം വിളിച്ചു ചേർക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഔപചാരികതയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ശീലിച്ച് വന്ന ആളാണ് പിണറായി വിജയൻ. അതാണ് ഈ ഇടയ്ക്ക് വെച്ച് കോംപ്ലിമെൻ്റ് ആണെങ്കിലും പറഞ്ഞപ്പോൾ പുള്ളി അസ്വസ്ഥനായത് അതുകൊണ്ടാണ്. അത് മുഖസ്തുതി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഈ പ്രോട്ടോക്കോൾ ലംഘിച്ചുള്ള ഏർപ്പാട് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ താനാരായിരുന്നു. ഏതോ ഒരു പെങ്കൊച്ച് കോമ്പിയർ മൈക്കിലൂടെ പറയുന്നു, നല്ല പ്രസംഗമാണ് കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഈ പ്രസംഗത്തെ പുകഴ്ത്തുക എന്ന് പറയുന്ന ഒരു കുറച്ചിലാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ വലിയ വൈഭവമുള്ള ആളല്ല. വളരെ ഓർഡിനറി വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചു പോകുന്നൊരു സ്വഭാവക്കാരനാണ് പിണറായി വിജയൻ. സാഹിത്യ ഭംഗിയുണ്ടാവില്ല, ഒന്നുമില്ല. സാധാരണ വാക്കുകൾ നേരെ വാ അതാണ് പിണറായി വിജയൻ്റെ ഒരു ശൈലി. വല്ലപ്പോഴുമൊക്കെ പ്രകോപിതനായിട്ടൊന്ന് ശബ്ദം കൂട്ടും, അത് നിയമസഭയ്ക്ക് ഉള്ളിലൊക്കെ അല്ലാതെ പുറത്ത് നോക്കിയോ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു ശൈലിയാണ് പിണറായി വിജയൻ്റെ പ്രസംഗം. കേട്ടുകൊണ്ടിരിക്കാൻ പ്രയാസമാണ്. എം വി രാഘവൻ ഇതിൻ്റെ മറ്റേ അറ്റത്തായിരുന്നു. എം വി രാഘവൻ്റെ പ്രസംഗം കഥാപ്രസംഗമാണ്, എൻ്റർടൈനറാണ്. അച്യുതാനന്ദൻ എൻ്റർടൈനറാണ്. പിണറായി എൻ്റർടൈനല്ല, പിണറായിയുടെ ശൈലി. അപ്പം അത് ജോറാണെന്നൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ ദേഷ്യം. ബട്ട് ഈ സംഭവം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ പിണറായി വിജയനും ഇഷ്ടപ്പെടും. കുറേ കാലമായിട്ട് പിണറായി വിജയൻ്റെ ഒരു ദൗർബല്യമായിട്ട് മാറിയിരിക്കുന്നത് ഈ മണിയടിക്കാരുടെയും വൈതാളികന്മാരുടെയും പിടിയിൽപ്പെട്ട് ജീവിക്കുകയാണ്. തൻ്റെ നാട്ടിലെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നു. ആകെ പുള്ളിക്ക് ഈ കാശ് തരാത്ത നരേന്ദ്രമോദിയെപ്പറ്റി പുള്ളിക്ക് വേറെ പരാതിയൊന്നും ഇല്ല. പൈസ തരണം എനിക്ക് ദൂത്തടിക്കാൻ. പിന്നെ പുള്ളിക്ക് ദേഷ്യം ഈ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ. ഇത്രയേ ഉള്ളൂ. ബാക്കി അതർവൈസ് എൻ്റെ നാട് വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്ന് ഈ വൈതാളികന്മാരെല്ലാം പിണറായി വിജയനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസുകാർ പോലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ ഭയക്കും. കൊടുത്താൽ അയാളെ മാറ്റും പിണറായി. സാർ ഇതിങ്ങനെയൊന്നുമല്ല, ആൾക്കാർ ക്ഷുഭിതരാണ്, ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഇമ്പ്രഷൻ എന്നൊരു ഫീഡ്ബാക്ക് കൊടുത്തു എന്ന് വെച്ചോ. ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തതിൻ്റെ പേരിൽ ആ ഓഫീസറെ മാറ്റിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വയ്ക്കും. അയാൾ വന്നിട്ട് സാർ ഭയങ്കര അഭിപ്രായം, സാറിൻ്റെ മിനിഞ്ഞാന്നത്തെ തലശ്ശേരിയിലെ പ്രസംഗം ഉണ്ടല്ലോ ഭീകരമാണ്. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് സാർ. പിണറായി വിജയനുണ്ട് സോഷ്യൽ മീഡിയ നോക്കുന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരമുണ്ട്. അപ്പോൾ പുള്ളി അത് വിശ്വസിക്കും, രോമാഞ്ചം കൊള്ളും. പാർട്ടിയിലെ ചിലർ പറയും അത് ശരിയല്ല സഖാവ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയും. അപ്പോൾ പുള്ളി പി ശശിയോട് അടുത്തിരിക്കുന്നവരുടെ ചോദിക്കും, ആരാ അവൻ, ഏത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, അത് ഇന്നടത്തെ, ശരി അവനെ മാറ്റിയേക്ക്. ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുകയാണ്, ഡിം ഇയാൾ പോകും. കഴിഞ്ഞു അയാൾ കഥ, അയാൾ പാർട്ടിക്ക് പുറത്താകും താമസിച്ചത്, അല്ലെങ്കിൽ നിർജീവനാകും. ഈ ഒരു അവസ്ഥ പാർട്ടിയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ വൈതാളിക സംഗീതങ്ങളുണ്ടാകുന്നത്. അത് നല്ലതാണോ ഇങ്ങനെ ഒരാളെ പ്രശംസിക്കുന്ന രീതിയിൽ? ഒരിക്കലും നല്ലതല്ല. അത് അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ അച്ചടിച്ചു വരുന്ന വരികൾ എന്താണെന്ന് വരെ അതാണ് ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേ ചൊല്ലി നേരത്തെ കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട് തിരുവാതിരയുണ്ടായിരുന്നു. അതെ, മെഗാ തിരുവാതിര. അത് നോക്കണേ, അത് കൊറോണ റെസ്ട്രിക്ഷൻ നിലവിലുള്ള കാലത്താണ് ആ മെഗാ തിരുവാതിര നടക്കുന്നത്. അതെ, കൊറോണയുടെ പേരിൽ എന്നെ 2000 രൂപ പിഴ അടിച്ചിട്ടുണ്ട് ഞാൻ. അതായത് കൊറോണ നടക്കുന്ന സമയത്ത് കൊറോണ അല്പം റിലാക്സായി, കണ്ടെയ്ൻമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോഴാണ് ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നടത്തുന്നത്. ഞാനതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അത് സ്റ്റാൻഡ് വിത്ത് ലക്ഷദ്വീപ് എന്തോ അങ്ങനെ ഒരു പ്ലക്കാർഡ് എന്തോ ആയിരുന്നു. ഞാൻ വിളിച്ചു കൂട്ടിയാൽ ആര് വരാൻ, 4 പേര് വന്നു. ലക്ഷദ്വീപ് അപ്പോൾ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ 4 പേര് ഞങ്ങൾ നിന്നു. 2 പേര് പ്രസംഗിച്ചു, ഞങ്ങൾ 4 പേര്, പോലീസുകാർ 16 പേര്, മാധ്യമങ്ങൾ 14 മറ്റോ. ഇങ്ങനെയാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളിത് കേസ്, എന്തെങ്കിലും കേസ് വരുമെന്നറിയാം. ഒരു കേസും വരാതിരിക്കാനായിട്ട് അന്ന് ആൾക്കാർ തമ്മിൽ 2 മീറ്റർ അകലത്തിൽ നിർത്തിയാണ് നിൽക്കണം എന്നാണ്. ബാങ്കിലൊക്കെ ഇങ്ങനെ സർക്കിൾ വരച്ച് വയ്ക്കുമായിരുന്നല്ലോ, ആ അകലത്തിൽ വേണം നിൽക്കാൻ.
ഞങ്ങൾ ഈ അകലം പാലിച്ചാണ് നിന്നത് തന്നെ. എന്നിട്ടും അകലം തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 2000 രൂപ പിഴ കിട്ടും ഞങ്ങൾക്ക് 4 പേർക്ക്. അതേസമയം പിണറായി വിജയനെ പുകഴ്ത്തിയിട്ട് അവിടെ തിരുവാതിരയും നടക്കുന്നു. ഒരു കുഴപ്പമില്ല. ആ സമയത്താണ് എനിക്ക് 2000 രൂപ പിഴ വരുന്നത്. അതൊന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത്തരം ഈ പുകഴ്ത്തലിനോടുള്ള ഒരു ഇഷ്ടം അത് പ്രകടമാണ്. അതല്ലെങ്കിൽ പണ്ട് ഈ തിരുവാതിരയ്ക്ക് കേട്ട വിമർശനവും അവഹേളനവും കളിയാക്കലും ഒക്കെ കുറച്ചൊന്നുമല്ല. ഇപ്പോഴും പിണറായിയെ കാരണഭൂതൻ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കുറവ് ആ വാക്ക് ഉപയോഗിച്ചത് ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു തവണയും മറ്റേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ജനറലി ഞാൻ ഈ ഇരട്ടപ്പേരുകൾ വിളിക്കാറില്ല. അതിൽ തെറ്റുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. ബട്ട് അത് പിണറായി വിജയനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫീനിക്സ് പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പാട്ടിറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഭരണാധികാരി റിലാക്സ്ഡ് ആയെന്നും പുള്ളിക്ക് ജനങ്ങൾ പ്രശ്നമല്ലെന്നും പുള്ളിക്ക് സ്വയം പുകഴ്ത്തുന്നതും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുന്നതും കേട്ട് ജീവിക്കാനാണ് ആഗ്രഹമെന്നും തെളിയിക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. നാശത്തിലേക്കുള്ള പോക്കാണ്. പക്ഷേ പി ജയരാജനെ ഇതുപോലെ തന്നെ പുകഴ്ത്തിയപ്പോൾ പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുകയൊക്കെ ചെയ്തു. കുറേ പേര് ഇപ്പോൾ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞു. അതേ നിലപാട് തന്നെയല്ലേ ഇവിടെ? ഈ തൻ്റെ മുട്ടിനൊപ്പം മറ്റാരും വളരരുത് എന്ന് പി രാജ ഇങ്ങനെയുള്ള ആളുകളുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. പാർട്ടിക്കുള്ളിലും ഒരു രണ്ടാം നിര വളർത്തിക്കൊണ്ടുവരാൻ അവർ ആലോചിക്കില്ല. തനിക്ക് ശേഷം പ്രളയം, പിണറായി വിജയന് ശേഷം പാർട്ടി ഛിന്ന ഭിന്നമായി കഴിഞ്ഞാൽ എല്ലാവരും പിണറായിയെ പുകഴ്ത്തും. പിണറായി ഉള്ളപ്പോൾ എന്തായിരുന്നു ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ എല്ലാം കൂടെ അലമ്പായി എന്ന് പറയിക്കുക. അത് ഇത്തരം ആൾക്കാരുടെ ഒരു മനോഭാവമാണ്. എനിക്ക് ശേഷം പ്രളയം. അപ്പം ഞാൻ പുകഴ്ത്തും. ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും എനിക്ക് ശേഷം പ്രളയം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ പുകഴ്ത്തും. ഇല്ല, ഞാൻ സിനിജി തന്നെ പറയും. ഞാൻ പറയും അങ്ങനെ സിനിജി പറയും എന്തു വാങ്ങിക്കോട്ടെ, ആ മനുഷ്യനുള്ളപ്പോൾ ഒരു അച്ചടക്കവും ഇതുമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം കൂടെ നശിച്ചു എന്ന് പറയും. സിനുജിയും പിണറായി വിജയനും പുകഴ്ത്തും. ഇതാണ് ഇവരുടെ മനോഭാവം. പക്ഷേ ഉത്തമോദാഹരണമാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയനെക്കാട്ടിയും വലിയ ജനസ്വാധീനം ഈ പി ജയരാജന് കണ്ണൂരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയരാജനെതിരെ അദ്ദേഹത്തെ അനുകൂലിച്ചപ്പോൾ ഈ പിണറായി നിലപാടെടുത്തത്. പിന്നീട് പി ജയരാജനെ ഇലക്ഷനിൽ നിർത്തുന്നു, തോൽക്കുന്നു. പിന്നീട് ഖാദി ബോർഡിലൊരു ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഒതുക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നവരെ മുഴുവൻ ഒതുക്കി തീർത്ത് ഏകാധിപതിയായി മാറുന്നു. അതാണ് അടിസ്ഥാനം. അതാണ് രാഷ്ട്രീയത്തിൻ്റെ കളി. ഇവരൊക്കെ എം വി രാഘവൻ്റെ ശിഷ്യന്മാരാണല്ലോ. എം വി രാഘവൻ്റെ താഴെ വളർന്നതാണ് ഈ 3 ജയരാജന്മാർ. എം വി ജയരാജൻ, പി ജയരാജൻ, ഇ പി ജയരാജൻ. ഇവരുടെ ഏകദേശം ഇവരുടെ കൂട്ടത്തിൽ ഇവരെക്കാൾ അല്പം സീനിയർ. അതാണ് പിണറായി വിജയൻ്റെ സ്റ്റാറ്റസ്. ഇവർക്ക് ആർക്കും മനസ്സുകൊണ്ട് പിണറായി വിജയനെ നേതാവായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. കൂട്ടുകാരനായിട്ടേ അംഗീകരിക്കാൻ പറ്റുള്ളൂ, കോമ്രേഡ്. ബട്ട് പിണറായി വിജയൻ അത് സമ്മതിക്കില്ല. നിങ്ങളിപ്പോൾ എൻ്റെ ഒപ്പമല്ല, ഞാൻ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു. ആ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം, സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം എപ്പോഴും പി ജയരാജനുണ്ട്, എം വി ജയരാജനുണ്ട്, ഇ പി ജയരാജനുണ്ട്. എം വി മിണ്ടാതിരിക്കുന്നു. അധികം പുള്ളി കുഴപ്പത്തിനൊന്നും പോകാതെ തട്ടില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഈ മെഗാ തിരുവാതിരയിലൂടെ ഇപ്പോഴും അപകീർത്തിപ്പെടുത്തുന്നത്, നല്ല കളിയാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു ട്രോളാകാൻ നിന്നു കൊടുക്കുമെന്നാണോ പിണറായി വിജയനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അത് അദ്ദേഹം കാര്യമാക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ട്രോളുകൾ കാര്യമാക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പോലും പെടുന്നുണ്ടാവില്ല. ആരെങ്കിലും കാണിച്ചാലല്ലേ കാണുകയുള്ളൂ. നടക്കുമെന്ന് നോക്കാം. അപകടത്തിലേക്കാണ്, അതിലെനിക്ക് സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.